ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തെറ്റുകൾ ആവർത്തിക്കരുത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആദ്യം തൊട്ടേ 0 തൊട്ടേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ഒരു ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇല്ല. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ പോയിന്റ്. ഹായ് ഓൾ, ഞാൻ ഋത്തികൃഷ്ണ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അപ്പോൾ നിങ്ങളിൽ പലരും ഇത്തവണ ഒന്നെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്യാനോ ഒക്കെ ഇപ്പോൾ ഓൾറെഡി ചേർന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഓൾറെഡി കുറച്ച് സമയം ഇതിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുശേഷം വീണ്ടും ഒരു വർഷമൊക്കെ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു തവണ റിപ്പീറ്റ് ചെയ്യാനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ആ ആളുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കിയേ. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ? കാരണം നിങ്ങൾ ഓൾറെഡി കുറച്ച് സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ അവരെക്കാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ ഈ വർഷം യൂസ് ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ അത്തരത്തിലല്ലേ പ്രിപ്പയർ ചെയ്യേണ്ടത്? പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സാധാരണ ഇതിൽ റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് ഒക്കെ ചെയ്യാൻ വരുന്ന ആളുകളും വീണ്ടും ഒന്നിൽ നിന്നാണ് തുടങ്ങുക. അതായത് ആദ്യമായിട്ട് അവർ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർ എന്താണോ ചെയ്തത് അതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ റിപ്പീറ്റേഴ്സ് ആയിട്ട് വരുന്നവർ, സൂപ്പർ റിപ്പീറ്റേഴ്സ് ആയിട്ട് വരുന്നവരൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ റിപ്പീറ്റർ ആയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ ഞാൻ റിപ്പീറ്റിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറെ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റി ഞാൻ റിപ്പീറ്റിൽ നിന്ന് റിപ്പീറ്റിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തിയത്. സാധാരണഗതിയിൽ ചില ആളുകൾ അത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് അവർ റിപ്പീറ്റ് ചെയ്തവർക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നത്. അപ്പൊ സാധാരണ ഒരു റിപ്പീറ്റർ അല്ലെങ്കിൽ ഒരു സൂപ്പർ റിപ്പീറ്റർ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ ആ മിസ്റ്റേക്സ് നിങ്ങൾ എന്താ തിരിച്ചറിയണം. ആ മിസ്റ്റേക്സ് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തെറ്റുകൾ ആവർത്തിക്കരുത്. ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒരു റിപ്പീറ്ററിനെ പോലെ ഒരു നോർമൽ പ്രിപ്പറേഷനിലാണ് പോകുക. നമ്മൾ അങ്ങനെയല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ വീണ്ടും എക്സ്ട്രാ ഒരു പ്രിപ്പറേഷൻ നടത്തുക. അപ്പൊ നമുക്ക് അവിടെ സ്പെസിഫിക്കായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വീണ്ടും നമ്മൾ +2ന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന പോലെ 0 തുടങ്ങല്ല. അപ്പൊ അത്തരത്തിലുള്ള ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പൊ അതിൽ ആദ്യം തന്നെ വരുന്ന കാര്യമാണ് ഇത്, ഫ്രഷ് സ്റ്റാർട്ട്. ഇപ്പൊ ആദ്യമായി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വന്നു ഒരാള്, അല്ലെങ്കിൽ റിപ്പീറ്റിന് ശേഷം ഒരു വർഷം കൂടെ പ്രിപ്പറേഷൻ വന്നു. അപ്പൊ പ്രിപ്പറേഷൻ വന്ന സമയത്ത് അയാൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ഫ്രഷ് സ്റ്റാർട്ട്. അയാൾ വീണ്ടും ഫസ്റ്റ് തൊട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അയാൾ ഓൾറെഡി റിപ്പീറ്റിന്റെ സമയത്ത് കുറച്ചധികം എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ വീണ്ടും ആദ്യം തൊട്ടേ 0 തൊട്ടേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ഒരു ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇല്ല. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ പോയിന്റ്. പക്ഷെ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് 100% എല്ലാ ഭാഗവും ഒരു ഐഡിയൽ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ചിന്ത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് വരുന്ന ആളുകൾ അവർ വീണ്ടും ഫ്രഷ് ആയിട്ട് 0 തുടങ്ങും. അങ്ങനെയല്ല ഒരു റിപ്പീറ്റർ ചെയ്യേണ്ടത്. റിപ്പീറ്റർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അയാൾ ഓൾറെഡി +2ൽ നിന്ന് അല്ല റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കിയ കാര്യങ്ങൾ അയാൾ തിരിച്ചറിയണം. ഓക്കെ, ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എനിക്ക് ഓക്കെയാണ്, ഇത് ഞാൻ വീണ്ടും ഫസ്റ്റ് തൊട്ട് തുടങ്ങേണ്ട ആവശ്യമില്ല. അതെന്താക്കുക? അത് സൈഡിൽ വെക്കുക. ഇനി അയാൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആ അറിയാത്ത കാര്യങ്ങൾ കൊണ്ടാണ് അയാൾക്ക് നീറ്റ് നഷ്ടപ്പെട്ടത്. അപ്പൊ അറിയാത്ത ടോപ്പിക്സ് അയാൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അയാൾ റിപ്പീറ്റിൽ ഫസ്റ്റ് തൊട്ട് ചെയ്ത് തുടങ്ങേണ്ട കാര്യം. അപ്പൊ അയാൾ എന്താ ചെയ്യേണ്ടത്? അറിയാത്ത കാര്യങ്ങൾ ഏതൊക്കെയെന്നുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാം. എന്നിട്ട് അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അയാൾ റിപ്പീറ്റിന് തുടക്കം മുതൽ ചെയ്തു പോകേണ്ട കാര്യം. അപ്പൊ ഫ്രഷ് ആയിട്ട് വീണ്ടും എല്ലാം 0ൽ നിന്ന് തുടങ്ങുക എന്നുള്ള ആ സ്ട്രാറ്റജി നമ്മൾ റിപ്പീറ്റിൽ ഉപയോഗിക്കാനേ പാടില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു നോർമൽ റിപ്പീറ്ററിനെ പോലെ 0ന്ന് ഏറ്റവും അടിയിൽ നിന്ന് വീണ്ടും പൊന്തി വരിക ചെയ്യുക. അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി ഏറ്റവും അടിയിലല്ല, നമ്മളിപ്പോൾ ഒരു മിഡ് വേയിലാണുള്ളത്, ഒരു മിഡ് പോയിന്റിലാണുള്ളത്. അപ്പൊ അവിടുന്ന് നമുക്ക് എങ്ങനെ ഒരു ഫൈനൽ ആ പോയിന്റിലേക്ക് എത്താന്നുള്ള തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ വീണ്ടും 0ൽ നിന്ന് ഞാൻ ആ പോയിന്റിലേക്ക് വരണം, അങ്ങനെയല്ല. അപ്പൊ നമുക്കറിയാം ആ 0 to ഈ മിഡ് വരെ എത്താൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു എക്സ്ട്രാ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോ. അപ്പൊ നമ്മൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തതിൽ എന്ത് കാര്യം ഉണ്ടാവുക? ആ സമയം വെറുതെ കളഞ്ഞ പോലെ ആയിപ്പോ. അപ്പൊ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് അവിടെ വെച്ചിട്ട് ഇനി പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനാണ് നോക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്ക് റിവൈസ് ചെയ്ത് കൊടുക്കണം, അത് ഓക്കെയാണ്. അതിന് പുറമെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ തിരിച്ചറിയാം, അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതും കയ്യിലുണ്ടാവും. ഇപ്പൊ ഇനി പഠിക്കാനുള്ളത് ഏതാ മനസ്സിലാക്കി അത് പഠിക്കുകയും ചെയ്തു. അപ്പൊ രണ്ടും അത്യാവശ്യം ഓക്കെ എന്നുള്ള സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഒരു സ്കോർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരും. അപ്പൊ അതാണ് ആദ്യം തന്നെ നിങ്ങൾ എന്താ പറയുക ക്ലിയർ ചെയ്യേണ്ട ഒരു പോയിന്റ്. ഫ്രഷ് സ്റ്റാർട്ട്. ഫസ്റ്റ് തൊട്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു തരത്തിൽ നിങ്ങൾ റിപ്പീറ്റിനെ കാണരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ള തരത്തിലാണ് നിങ്ങൾ റിപ്പീറ്റിനെ കാണുന്നത്. രണ്ടാമത്തെ കാര്യം,
രണ്ടാമത്തേത് ലാക്ക് ഓഫ് റിവിഷൻ. നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യും? റിവിഷൻ നടത്തില്ല, പലതും സ്കിപ്പ് ചെയ്യും, പല ടോപ്പിക്സും സ്കിപ്പ് ചെയ്യും. സ്വാഭാവികമാണ്. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ചെയ്ത ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അങ്ങനെ റിവിഷൻ നടത്താതെ നിങ്ങൾ നിങ്ങളിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വന്നു. നിങ്ങളിപ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക? എനിക്ക് കുറേ കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്, ഒരുപാട് സാധനങ്ങൾ ഇന്ന് പഠിക്കാൻ തുടങ്ങും, നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ എന്തൊക്കെയോ ടോപ്പിക്സ് ഇന്ന് പഠിക്കാനുണ്ട്, അത് കോറാക്കാൻ വേണ്ടി പലതും പഠിക്കും. ഓക്കെ, ശരി, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, അതൊക്കെ ശരി, അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ നല്ലോണം പഠിച്ചു പോയിക്കോളൂ. ഓക്കെ, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പഠിച്ചത് എക്സാമിൽ നല്ല രീതിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ റിവൈസ് ചെയ്യണ്ടേ? ശരിയല്ലേ? നിങ്ങൾ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾ പഠിച്ചോളൂ. പക്ഷെ അങ്ങനെ പഠിക്കുന്നതിന് കൂടെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി അത് റിവൈസ് ചെയ്യുക കൂടെ വേണ്ടേ? അങ്ങനെ കൂടെ ചെയ്താലല്ലേ നമുക്ക് നല്ല സ്കോർ ഉണ്ടാവും. അത് ചെയ്യണം. ഈ റിപ്പീറ്റേഴ്സിന്റെ ഒരു പ്രധാന വാശിയാണ്. അതായത് അവർ റിപ്പീറ്റിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് കഴിയുമ്പോഴത്തേ അല്ലെങ്കിൽ ഈ വർഷം കഴിയുമ്പോഴത്തേ ഇത് ഫുൾ പഠിച്ച് എനിക്ക് തീർക്കണം, കംപ്ലീറ്റ്ലി പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകൂ എന്നുള്ളൊരു ടെൻഡൻസി അവർക്കുണ്ട്. പൊതുവെ കാണപ്പെടുന്ന ഒരു സാധനമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മുടെ എക്സാമിന് തൊട്ട് മുന്നേ വരെ അവരുടെ ഒരു വാശി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടോപ്പിക്സ് കൂടെ പഠിക്കാനുണ്ട്, ഞാൻ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതും കൂടെ പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എക്സാം എഴുതാൻ പോകും, എന്നാലേ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാ ടോപ്പിക്സും അറിയുന്ന ഒരു സിറ്റുവേഷൻ എന്നാൽ മാത്രമേ വരുമെന്ന് അങ്ങനെ അങ്ങ് കരുതും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യില്ല, വീണ്ടും വീണ്ടും പുതിയ ടോപ്പിക്സ് പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ആ റിവൈസ് ചെയ്യാനുള്ള ആ സമയം നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ കൂടെ നമുക്ക് അങ്ങ് ഇല്ലാതെ ആവുകയും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. അവസാനം പഠിച്ച കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവും. അത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക്, റിവിഷൻ ഇല്ലായ്മ, ലാക്ക് ഓഫ് റിവിഷൻ. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. റിവിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതിന് ഒരു കാര്യം ഉണ്ടാവില്ല. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഓക്കെ, പക്ഷെ അതിൻ്റെ കൂടെ പഴയ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എപ്പോഴും ചെയ്യണം. അങ്ങനെ പോയി കഴിഞ്ഞാലേ നമുക്ക് പുതിയ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും, പഴയ നമ്മൾ പഠിച്ച കാര്യങ്ങളും കൂടെ കയ്യിലുണ്ടാവും. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണിത്, ലാക്ക് ഓഫ് റിവിഷൻ. അപ്പോൾ റിവിഷൻ നല്ല രീതിക്ക് കൊണ്ടുപോകുക എന്നുള്ളത് കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തേതാണ് ഇത് സ്കിപ്പിംഗ് എക്സാംസ്. ഇത് പൊതുവെ പലരിലും കാണുന്ന ഒരു കാര്യമാണ്. എന്ത്? എക്സാംസ് സ്കിപ്പ് ചെയ്യുക. ഞാനും പല സമയത്തായിട്ട് കാണിച്ചൊരു സംഭവം, എക്സാംസ് സ്കിപ്പ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ റിവിഷൻ ചെയ്യാതിരിക്കാനുള്ള മെയിൻ കാരണം എന്താ? ഞാൻ റിവിഷൻ ചെയ്യുന്ന സമയം കൂടെ ഞാൻ പുതിയ പോയിന്റ്സ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് എന്ത് റിവിഷൻ ചെയ്യാതിരുന്നത്. ആ സമയം കൂടെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചു, ഓക്കെ, അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതേ തരത്തിൽ മറ്റൊരു സാധനം കൂടെ ചിന്തിക്കുക. അതായത് ഒരു എക്സാം 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂർ ഞാൻ എക്സാം, നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ടോപ്പിക്സ് ഒരു എക്സാം വന്നെന്ന് കരുതാം. അതായത് നിങ്ങൾ പഠിക്കാത്തൊരു ടോപ്പിക് എന്നാണ് എക്സാം. അപ്പം നിങ്ങൾ എന്താ അറിയോ ചിന്തിക്കുക? നോർമലി ഒരാളുകൾ ചിന്തിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞതാണ്. അവർ ചിന്തിക്കും, എനിക്ക് അറിയാത്ത ടോപ്പിക് എന്നാണ് എക്സാം വരുന്നത്, അപ്പം ഞാൻ ഈ 3 മണിക്കൂർ എനിക്ക് അറിയാത്ത ടോപ്പിക്കിൻ്റെ എക്സാമിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അതിന് നല്ലത് ആ 3 മണിക്കൂർ എക്സാമിൽ നഷ്ടപ്പെടുത്തുന്നതിന് നല്ലത് ഈ 3 മണിക്കൂർ എടുത്ത് എന്താ, ഞാൻ ഈ ടോപ്പിക്ക് സ്വന്തം പഠിച്ചാലോ, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ. അങ്ങനെ ചെയ്താൽ ഈ 3 മണിക്കൂർ എനിക്ക് ആ പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് ആ സാധനം പഠിക്കുന്ന തരത്തിൽ യൂട്ടിലൈസ് ആക്കാമല്ലോ. എക്സാം വെറുതെ അറിയാത്ത ടോപ്പിക്കിൽ അറ്റൻഡ് ചെയ്യണ്ടല്ലോ എന്നുള്ള തരത്തിൽ ചിന്തിച്ചിട്ട് അവരെന്താവും, എക്സാംസ് അങ്ങ് സ്കിപ്പ് ചെയ്യും. ഞാനും പണ്ട് ചെയ്ത ഒരു കാര്യമാണിത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ തെറ്റ് മനസ്സിലായത്. ഞാൻ റിപ്പീറ്റിൽ പല സമയത്തായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്ക് അത്. പക്ഷേ റിപ്പീറ്റ് ഞാൻ ഒരൊറ്റ തവണ പോലും ചെയ്യാതിരുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്, സ്കിപ്പിംഗ് എക്സാംസ്. ഒരൊറ്റ എക്സാം ഞാൻ സ്കിപ്പ് ചെയ്തില്ല. നിങ്ങൾ എന്താ പറയുക അങ്ങനെ ചിന്തിച്ചാൽ, അതായത് ഞാൻ പഠിക്കാത്ത ടോപ്പിക്കിൽ നിന്നല്ല എക്സാം വരുന്നത്, അപ്പം ഞാനത് എക്സാം അറ്റൻഡ് ചെയ്യണ്ടല്ലോ, അതിന് പകരം ഞാൻ ആ ടോപ്പിക്ക് സ്വയം പഠിക്കാം എന്നുള്ള തരത്തിൽ നിങ്ങൾ എക്സാം സ്കിപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, 3 മണിക്കൂർ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക തരത്തിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടോ? സ്വാഭാവികമാണ്, നിങ്ങൾക്ക് ടോപ്പിക്ക് അറിയാത്തതുണ്ട്. പക്ഷേ അതിൽ ചില ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ അടിവരായിട്ട് പറഞ്ഞുതരാം. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ മാത്രമായിരിക്കില്ല. ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ എന്തായാലും വരും. നിങ്ങൾ ഓൾറെഡി മറ്റു പല ടോപ്പിക്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ പല ക്വസ്റ്റ്യൻസും അതിലുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. അതൊരു പ്രൂവൺ സാധനമാണ്. നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യനും കൂടെ ആ എക്സാമിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനത്തെ ചില ക്വസ്റ്റ്യനൂടെ നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് മിസ്സാവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇതേ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഇതേ ഐഡിയ ഉപയോഗിച്ച് നീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലോ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ എക്സാം ഇപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല രീതിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളിപ്പോൾ ഈ എക്സാം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലോ,
ഈ എക്സാമിൽ കിട്ടി ഈ പോയിന്റ് അപ്പൊ നീറ്റ് എഴുതുന്ന സമയത്ത് കിട്ടില്ല. കാരണം നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. മാത്രമല്ല ഈ പോയിന്റിന്റെ ഒരു പ്രശ്നം മാത്രമല്ല, നിങ്ങൾ എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാണ്ട്. ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കാം, ഞാൻ 100% പഠിച്ചു, എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആക്കി, പക്ക ക്ലിയർ ആക്കി, സെറ്റാക്കി, എനിക്ക് നീറ്റ് കിട്ടുമോ? എന്നാൽ എനിക്ക് നീറ്റ് കിട്ടുമോ ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയാൻ നീറ്റ് കിട്ടില്ല എന്ന്. നിങ്ങൾ 100% എല്ലാ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നീറ്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താ പറയുക, നീറ്റ് പ്യോർലി ഒരു പഠനം നിങ്ങൾക്ക് നല്ല രീതിയിൽ തലയിൽ കയറ്റിയതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു എക്സാം അല്ല. നീറ്റ് ഈസ് ഓൾ അബൌട്ട് സ്ട്രാറ്റജി, അതുപോലെ ടെക്നിക്സ് ആണ്. നിങ്ങൾ ആ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, 3 മണിക്കൂർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തെന്നുള്ളത് ആ തരത്തിലായിരിക്കും നീറ്റ്. നിങ്ങൾ നല്ല ബുദ്ധിമാനായതുകൊണ്ട് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യുന്നുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു കടുകട്ടി ചോദ്യം, ഇപ്പൊ 2025 പേപ്പറുള്ള ജി അഡ്വാൻസിനെ പോലത്തെ അങ്ങനത്തെ ഒരു കടുകട്ടി ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇതെന്തായാലും ഞാൻ ചെയ്യും. കാരണം ഞാൻ എല്ലാം അറിയുന്ന ആളാ, എനിക്ക് ടോപ്പിക്സ് ഒക്കെ പക്കാ ക്ലിയറാ. ഇത് ചെയ്തിട്ടേ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നുള്ള തരത്തിൽ ഒരു ഈഗോ ഹേർട്ട് നിങ്ങൾക്ക് അവിടെ നടക്കും. ആ ഒരു വാശിപ്പുറത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ 10 മിനിറ്റ് എടുത്തിട്ടാണെങ്കിലും ചെയ്യും. ഓക്കെ, നിങ്ങൾ ചെയ്തു, നിങ്ങൾ ബുദ്ധിമാനാണ്. പക്ഷെ ആ 10 മിനിറ്റ് ക്വസ്റ്റ്യൻ അവിടെ ആ 10 മിനിറ്റ് ആ ക്വസ്റ്റ്യൻ വേണ്ടി കളഞ്ഞതുകൊണ്ട് 10 ക്വസ്റ്റ്യൻ അപ്പുറത്ത് സിമ്പിൾ ആയിട്ടുള്ളത് വേറെ നിങ്ങൾ കാണാതെ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നെറ്റ് ലോസ് എത്രയാ? 10 ക്വസ്റ്റ്യൻ്റെ മാർക്ക്, അതായത് 40 മാർക്ക് ലോസായി. വെറും ഒരു 4 മാർക്കിന് വേണ്ടി ഇവിടെ വാശി പിടിച്ചിട്ട്. അപ്പൊ നെറ്റ് ലോസ് 36 മാർക്സാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നീറ്റ് പോലത്തെ ഒരു എക്സാമിന് 36 മാർക്സിന് എത്ര വില ഉണ്ടെന്ന്. അപ്പൊ അതാണ് നമുക്ക് പ്രശ്നം. അപ്പൊ അതുപോലത്തെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധി ആർജിച്ചെടുക്കുക എന്നുള്ളതല്ല, നിങ്ങളെ എക്സാംസിൽ ഒരുപാട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നീറ്റിനെ പോലത്തെ ഒരു എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവം. അപ്പൊ അങ്ങനത്തെ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്യണം. ആ എക്സാംസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ട്രാറ്റജീസ് കിട്ടില്ല. നിങ്ങൾ ഓരോ എന്താ പറയുക മനക്കണക്ക് കൂട്ടും, ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യൂ, ഇത്ര ടൈം ആകുമ്പോൾ ഞാൻ ഇത്രാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കണക്ക് കൂട്ടി. പക്ഷെ നിങ്ങളിത് അപ്ലൈ ചെയ്യണ്ടേ, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇത് പറ്റുക? എക്സാംസിൽ മാത്രമേ പറ്റൂ. അപ്പോൾ എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത എക്സാംസിലൂടെ മാത്രമേ ഈ ക്വാളിറ്റീസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ വേണം. അപ്പോൾ നിങ്ങൾ എക്സാംസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ തലയിൽ കയറ്റും, നല്ല കോൺസെപ്റ്റിൽ റിച്ച് ആവും, ഓക്കെ. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? എക്സാംസിൽ അപ്ലൈ ചെയ്യാനല്ലേ. പക്ഷെ എക്സാംസ് നിങ്ങൾ നല്ല രീതിക്ക് എഴുതാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചതൊക്കെ വെറുതെ ആവും. നല്ല രീതിക്ക് 150 മിനിറ്റ് കൊണ്ട് 150 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് പറ്റാതെയാവും. അപ്പം നിങ്ങൾ ഈ എക്സാം സ്കിപ്പ് ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ പോലും, അല്ലെങ്കിൽ ഒരു എക്സാം വന്നാൽ പോലും, നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്തതിലൂടെ ചെറിയ സ്ട്രാറ്റജീസ് നിങ്ങൾ അങ്ങനെ അക്വയർ ചെയ്ത് എടുക്കേണ്ടത്. നിങ്ങൾ പോലും അറിയാതെ ചില സ്ട്രാറ്റജീസ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരും. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് സാധനമല്ല. ഓക്കെ, ഇത്ര സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരാളടുത്ത് എന്താ പറയുക ഒരു ക്വാണ്ടിറ്റേറ്റീവ്ലി കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു ക്വാളിറ്റേറ്റീവ് ഫീച്ചറാണ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ കുറേ സ്ട്രാറ്റജീസ് കയറും. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും എക്സാമിൽ അതൊരു പക്ഷേ നീറ്റിൽ യൂട്ടിലൈസ് ആവും, അല്ലെങ്കിൽ നീറ്റിൽ ഉപകാരപ്പെടും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. എക്സാം സ്കിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നീറ്റിൻ്റെ പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു റിപ്പീറ്റർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അറിയാത്ത ടോപ്പിക് എന്നാണ് എക്സാം എങ്കിൽ കൂടെ നിങ്ങൾ എക്സാം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എക്സാം മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് എന്ത് ഒരു റിപ്പീറ്റർ മെയിനായിട്ട് വരാൻ അല്ലെങ്കിൽ അയാൾ ചെയ്യാൻ സാധ്യതയുള്ള 3 പ്രോബ്ലം. ഒന്ന്, അയാൾ വീണ്ടും ഫസ്റ്റ് തൊട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അതുപോലെ മറ്റൊരു പ്രോബ്ലം ആണത്, അയാൾ നല്ല രീതിക്ക് റിവൈസ് ചെയ്യില്ല. ഞാൻ റിപ്പീറ്ററാണ്, എനിക്ക് ഈ വർഷം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു വർഷം എക്സ്ട്രാ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ പഠിച്ച് തീർത്തേ മതിയാവും, അങ്ങനെ ഞാൻ എക്സാമിന് പോകുന്നുള്ളൊരു വാശി അയാൾക്കുണ്ടാകും. അപ്പോൾ അയാൾ റിവിഷൻ പോലും നടത്താതെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തന്നെ എന്താ പറയുക ഒരു താല്പര്യം പ്രകടിപ്പിക്കുക. അങ്ങനെ അയാൾ പഠിച്ചുകൊണ്ടേ ഇരുന്നിട്ട് റിവൈസ് ചെയ്യാതെ അങ്ങോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ പഠിച്ച കാര്യങ്ങൾ പോലും അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ലാക്ക് ഓഫ് റിവിഷൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എക്സാമും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എക്സാമാണ് എല്ലാം. നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും ട്രിക്സും പറഞ്ഞു തരുന്ന ആൾ എക്സാമാണ്, അതല്ലാതെ നിങ്ങളുടെ അപ്പുറത്തെ സുഹൃത്തല്ല. എക്സാംസ് ആണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ 3-ൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 3 കാര്യങ്ങൾ ഈ മിസ്റ്റേക്കായ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ റിപ്പീറ്റിൻ്റെ ഫേസിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിപ്പീറ്റ് ഫേസ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ഫേസ് കുറച്ച് ഡിഫിക്കൽട്ട് ആവും. അതുകൊണ്ട് നിങ്ങൾ ഈ 3 മിസ്റ്റേക്സ് ഒരിക്കലും നിങ്ങൾ ഈ പ്രിപ്പറേഷനിൽ ചെയ്യാൻ പാടില്ല. ഈ മിസ്റ്റേക്സ് നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. റിപ്പീറ്റിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ അത് കഴിഞ്ഞ കാലമാണ്. ഇനി നിങ്ങൾ റിപ്പീറ്റിലേക്ക് വരികയാണ്, ഒരു അടിപൊളിയായിട്ട് ഈ വർഷം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ റിപ്പീറ്റിൽ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്സ് എല്ലാം തിരിച്ചറിഞ്ഞ് ആ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്ത് അടിപൊളിയായിട്ട് റിപ്പീറ്റ് കൊണ്ടുപോകാൻ നോക്കുക. അത്തരത്തിലാണ് നമ്മളിനി റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നീറ്റ് 2027 ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.